എനിക്ക് ഇവർ ലൈവായിട്ട് പറ്റിയൊരു തെറ്റും കൂടെ പറയാം. അതിജീവിത എന്ന വാക്കിനോട് ചേർത്ത് വെച്ച് ഞാനൊരു വാക്ക്, പ്രത്യേകിച്ച് അങ്ങേക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. നേരെന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, അഡ്വക്കേറ്റ് മിനി മാഡം ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് ജയശങ്കർ സാർ ഉണ്ടായിരുന്നു. ചർച്ച നേരെന്ന സിനിമയിൽ ഞാൻ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഓർഗാനിക് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗ് പറഞ്ഞു, പ്ലാൻ ചെയ്ത ഡയലോഗുകൾ വേണ്ട. അപ്പോൾ ഞങ്ങൾ ലൈവായിട്ട് ചർച്ച തന്നെ നടത്തി. ഞാൻ അതിജീവിത എന്ന വാക്കിനോട് പ്രാസമുള്ള മറ്റൊരു വാക്ക് പറഞ്ഞു. അപ്പം അത് പറഞ്ഞുകൂടാത്ത വാക്കാണ് പറഞ്ഞു. അപ്പോൾ പക്ഷേ പഞ്ച് ഡയലോഗാണ്. ക്യാമറ ഓഫ് ചെയ്തിട്ട് എന്താണ് ആ വാക്കെന്ന് ഞാൻ പറയാം. അപ്പോൾ മിനി മാഡം പറഞ്ഞു, രാഹുലെ അത് പറയണ്ട. ഞാനും മിനി മാഡം തമ്മിൽ എല്ലാ വിഷയത്തിലും അടിയാണ്. പക്ഷേ അപ്പോൾ ആൻ്റണി പെരുമ്പാവൂർജി അടക്കമുള്ളവരുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു അത് ശരിയാണ്, പഞ്ച് ഡയലോഗൊക്കെ തന്നെയാണ്, തിയേറ്ററിൽ കൈയടിയൊക്കെ വരും. പക്ഷേ നാളെ ജെനുവിൻലി പരാതി കൊടുക്കുന്ന കുട്ടികൾക്കും ആ വാക്ക് വെച്ച് അവരെ മോശമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞൊരു സാധനം. അതിനുശേഷം ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേവരെ ആ വാക്ക് പൊതുമാധ്യമങ്ങളിലോ മാധ്യമങ്ങളിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാര്യം ദൂരവ്യാപകമായ നെഗറ്റീവ് അതുണ്ടാക്കും. ഇപ്പം കുന്തി എന്തുകൊണ്ടാണ് തെറ്റ്? നാളെ ഇത് കാണുന്ന കോളേജിലെ കുട്ടി കൂടെ പഠിക്കുന്ന പെൺകുട്ടിയെ ഇതേപോലെ ദ്വയാർത്ഥ പ്രയോഗം വെച്ച് വിളിക്കുകയും ഏതെങ്കിലും ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം നെഗറ്റീവുകൾ നമുക്ക് വേണ്ട. അപ്പം എല്ലാവർക്കും തെറ്റുപറ്റാം. എനിക്കങ്ങനെ ഒരുപാട് തെറ്റുപറ്റി കണ്ടിന്യൂസ്ലി ആൾക്കാർ ശരിയാക്കുന്നതാണ്. ആ ശരിയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. ആൾക്കാരുടെ പോസിറ്റീവ് കാണണം. യേശു ക്രിസ്തുവിൻ്റെ ഒരു വലിയ അതാണ് ഗാന്ധിജിയൊക്കെ എടുത്തിരിക്കുന്നത്. ഹെയ്റ്റ് ദ സിൻ നോട്ട് ദ സിന്നർ. നിങ്ങൾ പാപത്തെയാണ് എതിർക്കേണ്ടത്, പാപിയെയല്ല. നിങ്ങൾ തെറ്റിനെയാണ് എതിർക്കേണ്ടത്, ആ വ്യക്തിയെ അല്ല. ആ നിലപാടിൽ നമുക്കെല്ലാം ശരിയാവാം. എൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും തെറ്റ് കാണും, കുറച്ചുകൂടെ റിഫൈൻഡ് ആകുന്നുണ്ടാകും. താങ്കളടക്കമുള്ള മാധ്യമങ്ങളിൽ നടക്കമുള്ള വിമർശനങ്ങളെയും ഞാൻ ശരിയാക്കുകയും ചെയ്യും. അതേപോലെ പുരുഷന്മാർക്ക് ഈ മെൻസ് റൈറ്റ് കമ്മീഷൻ അവരുടെ ഒരു റൈറ്റിന് നിലനിൽക്കാൻ വളരെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എല്ലാവിധ പിന്തുണ അർപ്പിക്കും. ഇനിയിപ്പം നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് നിയമസഭ ഞാനുള്ള എൽദോസ് കുന്നപ്പള്ളി ഡ്രാഫ്റ്റ് തയ്യാറാക്കി അത് സ്പീക്കർ ഇങ്ങനെ ഇരയായ എംഎൽഎമാരെല്ലാം കൂടുന്നുണ്ടായിരിക്കും. സപ്പോർട്ട് ചാണ്ടി ഉമ്മനോട് സംസാരിച്ചു. ശ്രീ വി ഡി സതീശനോട് ഇന്നലെ ഒരു പരിപാടിക്ക് ജിംസ എബ്രഹാമിന്റെ ബുക്ക് റിലീസിനുണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചില്ല. അദ്ദേഹത്തിന് തൊണ്ട വയ്യ, അദ്ദേഹം ഡോക്ടറെ കാണാൻ പോകുമായിരുന്നു. അടുത്ത ആഴ്ച വല്ലോ അദ്ദേഹത്തോട് ഒരു സമയം ചോദിച്ചില്ല. ഇത് നിയമസഭയിലൊക്കെ പാസ്സാക്കാൻ എളുപ്പമുണ്ടാവും എനിക്ക് തോന്നുന്നു. അറിയില്ല, സ്വകാര്യ ബില്ലായിട്ടാണ് പ്രസന്റ്. പല ആളുകൾക്കും പ്രശ്നങ്ങൾ സമാനമായ സ്വകാര്യ സാർ ഇവരെ എല്ലാമേ കൊടുക്കാൻ ഈസിയാ വഴി ഇതാ. കാര്യം വെറുതെ ഒരു സാധനം കൊടുത്താൽ മതിയല്ലോ, പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ എടുക്കും. അവിടെയാണ് ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു നന്മ നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. ബി ജെ പിക്കാർ കൊണ്ടുപിടിച്ചു മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തുകയായിരുന്നു. സുരേഷ് ഗോപി ചോദിച്ചു, എന്താ മുകേഷിനെതിരെ ഏതെങ്കിലും കോടതി പറഞ്ഞു? മീഡിയക്കാരോട് ചോദിച്ച സാധനം കാണും. അത് ആ മനുഷ്യന്റെ നന്മയാണ്. ശ്രീ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ നന്മ അതാണ്. എതിർ പാർട്ടിയിൽ നിൽക്കുന്ന മുകേഷിനെ പോലും ആ വിഷയത്തിൽ നമുക്ക് എല്ലാം അറിഞ്ഞൂടെ. മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയോട് മറ്റേ റേപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ത്രീ പിന്നീട് അദ്ദേഹത്തിന് ഉമ്മ അയക്കുന്നു, മെസ്സേജ് അയക്കുന്നു, പൈസ ചോദിക്കുന്നു. എന്നിട്ട് പൈസ ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചപ്പോൾ എന്റെ സഹോദരൻ വന്ന് എന്റെ മൊബൈൽ എടുത്ത് പൈസ ചോദിച്ചാന്ന് പറയും. അറിയില്ല എന്ന് ആദ്യം പറയുന്നു. പിന്നീട് ഇപ്പൊ ഈ ഉമ്മ അയച്ചത് അധികം ഫ്രണ്ട്സിനൊക്കെ ചുമ്മാ ഉമ്മ അയക്കുന്നതിന്റെ ഭാഗമായിട്ടായി ഇവര് 11 പേർക്ക് പരാതി കൊടുത്തു. അല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഈ അസോസിയേഷൻ വരേണ്ട സാഹചര്യം ഉണ്ട് എന്ന കമ്മീഷൻ വരേണ്ട സാഹചര്യം ഉണ്ടെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ കമ്മീഷൻ വന്ന് നടപ്പിലാക്കിയാൽ പല പുരുഷന്മാരും നിരപരാധിയായ പുരുഷന്മാരെ രക്ഷപ്പെടുകയും ചെയ്യും, അതിന് സംശയമില്ല. ഇവിടെ എല്ലാം എൻ്റെ ഒരു ചോദ്യം ഇപ്പോഴും ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് കോടതി ഇത്തരമൊരു സംഭവം ഉണ്ടാവുമ്പോൾ, നമ്മളെ ഇരയാക്കുമ്പോൾ ആ സ്ത്രീക്കെതിരെ കേസെടുക്കാൻ നേരിട്ട് പോക്സോ കേസൊക്കെ നേരിട്ടെടുക്കുക? അതിനോട് അവസാന ചോദ്യത്തിൽ ഏറ്റവും മയമായിട്ട് ഇപ്പൊ എനിക്ക് ഞാനിപ്പോൾ മറ്റേ ബാർ കൗൺസിൽ അല്ലെങ്കിൽ ഞാനിപ്പം പരീക്ഷ പാസ്സായി AB ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണ്. എനിക്ക് കോടതി അങ്ങനെ വിമർശിക്കാൻ പറ്റില്ല. പക്ഷേ സാധാരണക്കാരെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് 100% യോജിക്കുകയും അഡ്വക്കേറ്റോ ലോയറോ ഒക്കെ മാറ്റിവെക്കാം. പക്ഷേ ഇന്നും നമ്മൾ ദൈവം കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം കോടതിയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ വേറെ. അതുകൊണ്ടാണ് പ്രേയർ എന്നാണ് കോടതിയിൽ നമ്മൾ പറയുന്നത്. ദൈവം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം കോടതിയാണ്. കോടതികൾ കുറച്ചുകൂടെ പ്രൊആക്റ്റീവായ ഇത്തരം കാര്യങ്ങളൊരു നിലപാട് പറഞ്ഞാൽ വലിയ ഗുണമാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.